Ninth question. Dinkar, Navita and Vani were partners sharing profits and losses in the ratio of 3:2:1. So, all profit sharing ratio is 3:2:1. Navita died on 30th June 2024. So, time period 3 months. 3/12. Her share of profit for the year for the intervening period was based on the sales during that period. അപ്പം പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടത് പ്രോഫിറ്റ് ബേസ്ഡ് ഓൺ സെയിൽസ് ആണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് വിച്ച് വെർ 6 lakh. അപ്പം സെയിൽസ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ് എന്നാണ് പറയുന്നത്, അല്ലാണ്ട് ഹോൾ ഇയർ അല്ല. അതായത് 3 മാസത്തെ സെയിൽസ് ആണ് 6 lakh. The rate of profit during the past 4 years had been 10% on sales. അപ്പം rate of profit 10% on sales ആണ്. The firm closes its books on 31st March every year. So sales 6 lakh ആണ്. ഈ 6 lakh 3 monthsന്റെ സെയിൽസ് ആണ്. ഹോൾ ഇയർ എന്ന് അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഡ്യൂറിങ് ദാറ്റ് പീരീഡ് എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം 6 lakh ആണ് ഈ 3 മാസത്തിൻ്റെ സെയിൽസ്. അപ്പോൾ പ്രോഫിറ്റ് 10% ഓഫ് സെയിൽസ് ആണ്. റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഡ്യൂറിങ് ദ പാസ്റ്റ് 4 years, കഴിഞ്ഞ 4 കൊല്ലം റേറ്റ് ഓഫ് പ്രോഫിറ്റ് 10% ഓഫ് സെയിൽസ് ആണ്. അപ്പം 6 lakh പ്രോഫിറ്റ് കണ്ടുപിടിക്കൽ 6 lakh multiplied by 10/100. സോ 60,000 ആണ് 3 monthsന്റെ പ്രോഫിറ്റ്. നവിതാണ് ഡിസീസ്ഡ് പാർട്ട്ണർ. നവിതന്റെ ഷെയർ കണ്ടുപിടിക്കാം. മൾട്ടിപ്ലൈഡ് ബൈ 2/6 which is 20,000. ഇവിടെ ഓൾറെഡി 3 monthsനാണ് പ്രോഫിറ്റ് ഉള്ളത്. അപ്പം ഡയറക്റ്റ് ആയിട്ട് ആ എമൗണ്ടിൽ നിന്നും നവിതന്റെ ഷെയർ കണ്ടുപിടിക്കാനുള്ളൂ. സോ നവിതന്റെ പ്രോഫിറ്റ് 20,000 ആണ്. അടുത്തത് 10th question. Juhi, Ria and Padi are partners sharing profits and losses in the ratio of 3:2:1. Ria died on 30th June 2024. So time period 3 months ആണ്. For the year ended 31st March 2025, proportionate profit of 2024 is to be taken into consideration. So 2025 പ്രോഫിറ്റ് 2024 ബേസ്ഡ് ആയിരിക്കും നോക്കണ്ടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡ്യൂറിങ് ദ ഇയർ എൻഡഡ് 31st March 2025, bad debts of 2,000 had to be adjusted. So bad debts ഉണ്ട്. Profit for the year ended 31st March 2024 was 14,000 before adjustment of bad debts. Okay. So ഫേമിൻ്റെ ബുക്സ് ക്ലോസ് ചെയ്യുന്നത് 31st മാർച്ചിലാണ്, March 2024. അത് ക്ലോസ് ചെയ്തതിന് ശേഷം 3 മാസം കഴിഞ്ഞപ്പോൾ റിയൻ്റെ ഡെത്ത് വരുന്നത്. ഈ 2025 മാർച്ചിലായിരിക്കും ഈ കൊല്ലത്തെ ബുക്സ് ക്ലോസ് ചെയ്യുക. ആ പ്രോഫിറ്റ് 2024 പ്രോഫിറ്റിൻ്റെ ബേസ്ഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. 2024 ലാസ്റ്റ് ഇയർ, അതായത് ലാസ്റ്റ് ഇയറിൻ്റെ പ്രോഫിറ്റ് 14,000 ആണ്. ഈ 14,000 ബേസിലാണ് ഈ കൊല്ലത്തെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ കൊല്ലം ബാഡ് ഡെപ്റ്റ്സ് ഉണ്ട്. ബാഡ് ഡെപ്റ്റ്സിന്റെ വാല്യൂ 2,000 പറയുന്നത്. ഈ 2,000 അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം 14,000 പ്രോഫിറ്റ് ആയിട്ട് അസ്യൂം ചെയ്തിട്ട് അതിനും 2,000 പ്രോഫിറ്റ് 2,000 സബ്ട്രാക്ട് ചെയ്യണം. സോ ഇതാണ് ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ദ ഫേം, 12,000. ഇത് ആ ഹോൾ ഇയറിന്റെ പ്രോഫിറ്റ് ആണ്. ഇതിൽ നിന്നും 30th June വരെയുള്ള പ്രോഫിറ്റ്, അതായത് 3 monthsന്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. മൾട്ടിപ്ലൈഡ് ബൈ 3/100, 3/12. സോ 3,000 ആണ് ജൂൺ വരെയുള്ള പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റിൽ നിന്നും റിയന്റെ ഷെയർ കണ്ടുപിടിക്കണം. റിയന്റെ ഷെയർ ഇവിടെ 2/6 ആണ് റിയന്റെ ഷെയർ. സോ 1,000 ആണ് റിയന്റെ ഷെയർ. Okay, next one, question number 11. Anil, Sunil and Harry were partners sharing profits equally. So all profit sharing ratio is 1:1:1. Sunil died on 31st December 2024. So time period 9 months. In terms of the partnership deed, accounts were prepared for the period ended 31st December 2024. So partnership deed പ്രകാരം അക്കൗണ്ട്സ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു.
സുനിൽ മരിക്കുന്നത് 31st ഡിസംബറിലാണ്. സോ 31st ഡിസംബർ വരെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് നെറ്റ് പ്രോഫിറ്റ് വാസ് ഡിറ്റർമൈൻഡ് അറ്റ് 6 lakh. സോ നെറ്റ് പ്രോഫിറ്റ് 6 lakh ആണ്. സോ ബുക്സ് ക്ലോസ് ചെയ്യുക മാർച്ചിലാണ്. മാർച്ച് മുതൽ ഡിസംബർ വരെയുള്ള, അതായത് സുനിലിന്റെ ഡെത്ത് വരെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ട് അവർക്ക് ഓൾറെഡി പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ നെറ്റ് പ്രോഫിറ്റ് ഇസ് 6 lakh. സോ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ 6 lakh ഹോൾ ഇയറിന്റെ പ്രോഫിറ്റ് അല്ല, സുനിലിന്റെ ഡെത്ത് വരെയുള്ള പ്രോഫിറ്റ് ആണ്. സോ ഇതിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഇനി സുനിലിന്റെ ഷെയർ മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. സോ സുനിൽസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് is 6 lakh multiplied by his share. His share is 1/3. 2 lakh. സോ സുനിലിന്റെ ഷെയർ 2 lakh ആണ്. ഇനി ജേർണൽ എൻട്രി പാസ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇവിടെ ഓൾറെഡി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഓൾ ദ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ ഡൺ, ബാലൻസ് ഷീറ്റ് ഇസ് പ്രിപ്പയർഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ 6 lakh കിട്ടിയിട്ടുള്ളത്. സോ ജേർണൽ എൻട്രി വരാം. P&L appropriation, account debit to partners capital account, എല്ലാ പാർട്ട്നേഴ്സും. Anil's capital account to Sunil's capital account to Harry's capital account. So 6 lakh. സുനിലിന്റെ ഷെയർ 2 lakh. ഈ 6 lakh 1:1:1 ഓൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. That's all. I hope it's clear. 12th question. A, B and C were partners in a firm sharing profits and losses in the ratio of 2:1. Whole profit sharing ratio. On 21st February 2019, B died. B's share of profit till the date of his death was calculated at 5,000. So Bന്റെ പ്രോഫിറ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, ഒരു കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. പ്രോഫിറ്റ് ഷെയർ ഇസ് 5,000. സോ ഡയറക്റ്റ് എൻട്രി ജേർണൽ എൻട്രി പാസ് ചെയ്യാനുള്ളൂ. ജേർണൽ എൻട്രി പാസ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയർ ചേഞ്ച് ചെയ്യുന്നുണ്ടോ ചേഞ്ച് ചെയ്യുന്നില്ലേ എന്ന് അറിയണം. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഡസ് നോട്ട് ചേഞ്ച് എന്നുള്ളൊരു അസംഷനിലാണ് നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യുക. ഇഫ് ദ പ്രോഫിറ്റ് ഷെയർ ഓഫ് ദ പാർട്ട്നേഴ്സ് ഡസ് നോട്ട് ചേഞ്ച്, ജേർണൽ എൻട്രി വരാം P&L account, P&L suspense account debit to deceased partners capital account. സോ ഇവിടെ ഡിസീസ്ഡ് പാർട്ട്ണർ ബി ആണ്. സോ P&L suspense account debit to B's capital account. ഇവിടെ amount ഡയറക്റ്റ് തന്നിട്ടുണ്ട് 5,000. So that's it. അടുത്ത question number 13. Ram, Manu and Harry were partners in a firm. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒന്നും തന്നിട്ടില്ല. സോ 1:1:1 ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്യാം. Harry died on 30th June 2024. So the time period is 3 months. His share of profit from the closure of the last accounting year till the date of death was to be calculated on the basis of ഗവന്റെ പ്രോഫിറ്റ് ഫ്രം ദ ക്ലോഷർ ഓഫ് ലാസ്റ്റ് അക്കൗണ്ടിങ് ഇയർ. എന്ന് വെച്ചാൽ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്നത് 30th മാർച്ചിനാണ്. സോ മാർച്ച് മുതൽ ടിൽ ദ ഡേറ്റ് ഓഫ് ഹിസ് ഡെത്ത്, അതായത് 30th ജൂൺ, 3 മാസം, was calculated on the basis of average of 3 completed financial year of profit before death. കഴിഞ്ഞ 3 കൊല്ലത്തെ പ്രോഫിറ്റിന്റെ ആവറേജിൽ നിന്നാണ് അവന്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ പ്രോഫിറ്റ് ഫോർ ദ ഇയർ ended 31st March 2022, 2023 and 2024. സോ കഴിഞ്ഞ 3 കൊല്ലത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. സോ അവന്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, ജേർണൽ എൻട്രി പാസ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. സോ പ്രോഫിറ്റ് ഓഫ് ദ ഫേം, പ്രോഫിറ്റ് കഴിഞ്ഞ 3 കൊല്ലത്തെ ആവറേജ് പ്രോഫിറ്റ് ആണ് എടുക്കേണ്ടത്. കഴിഞ്ഞ 3 കൊല്ലത്തെ പ്രോഫിറ്റ് 1,10,000, 1,20,000 and 1,30,000. സോ 3,60,000 ആണ് കഴിഞ്ഞ 3 കൊല്ലത്തെ പ്രോഫിറ്റ്, അതിന്റെ ആവറേജ്.
അതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ 3,60,000 ഡിവൈഡഡ് ബൈ 3 ഇയേഴ്സ് അല്ലേ, അപ്പോൾ ഡിവൈഡഡ് ബൈ 3, സോ 1,20,000 ആണ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം. ഈ കൊല്ലത്തെ പ്രോഫിറ്റ് 12 മന്ത്സിൻ്റെ പ്രോഫിറ്റ് ആണത്. ഇനി 3 മാസത്തിന് എത്രയാണ് ഉണ്ടാവാന്ന് അറിയണം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1,20,000 മൾട്ടിപ്ലൈഡ് ബൈ 3/12, 30,000 ആണ് 3 മാസത്തേക്കുള്ള പ്രോഫിറ്റ്. 30,000 ദ ഹോൾ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആണ്. 3 മാസത്തേക്ക് ഫുൾ ഫേമിൻ്റെ പ്രോഫിറ്റ് ആണിത്. ഇനി 30,000 നിന്ന് വേണം ഹാരിൻ്റെ ഷെയർ കണ്ടുപിടിക്കാൻ. സോ ഹാരീസ് പ്രോഫിറ്റ് ഷെയർ equals to 30,000 into his share 1/3, which is 10,000. സോ ഹാരിൻ്റെ പ്രോഫിറ്റ് 3 മാസത്തേക്ക് 10,000 ആണ്. ഇനി ജേർണൽ എൻട്രി പാസ് ചെയ്യണം. ജേർണൽ എൻട്രി പാസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഫ് ദ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്യുന്നുണ്ടോ, ഡസ് നോട്ട് ചേഞ്ച് ആണ് ഇവിടുത്തെ കേസിൽ. കാരണം അതൊന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല അതിനെപ്പറ്റി. സോ ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ള അസംഷനിലാണ് നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യുക. ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ജേർണൽ എൻട്രി വരാം ഗെയിനിങ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ഡസ് നോട്ട് ചേഞ്ച് ആണ്. സോ ജേർണൽ എൻട്രി വരാം P&L പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് ടു ഹാരീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അമൗണ്ട് വാസ് 10,000. ഇത് പ്രോഫിറ്റ് ആണെങ്കിൽ കേട്ടോ, പ്രോഫിറ്റ് അല്ല ലോസ് ആണെങ്കിൽ അതിൻ്റെ ജേർണൽ എൻട്രി വരാം ഹാരീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു P&L സസ്പെൻസ് അക്കൗണ്ട് ആണ്. അതുമാതിരി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി വരാം ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ഇഫ് ഇറ്റ് ഇസ് ലോസ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14. X, Y and Z were partners sharing profits and losses in the ratio of 3:2:1. So all profit sharing ratio is 3:2:1. Y died on 20th June. So time period is 3 months. Profit from 1st April to 30th June. ആ 3 മാസത്തെ പ്രോഫിറ്റ് ബുക്സ് ക്ലോസ് ചെയ്യുന്നത് മാർച്ചിലാണ്. സോ ഏപ്രിൽ മുതൽ വൈൻ്റെ ഡെത്ത് വരെയുള്ള പ്രോഫിറ്റ് 3 മാസത്തേക്കുള്ള പ്രോഫിറ്റ് അവർ തന്നിട്ടുണ്ട്. കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. 3,60,000. Okay. X and Z decided to share profit in the future in the ratio of 3:2. So new profit sharing ratio തന്നിട്ടുണ്ട് 3:2 with the effect from 1st July. Pass necessary journal entries to record Y's share of profit up to the date of death. സോ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ട്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ട്. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ മാതിരി അവരുടെ പ്രോഫിറ്റ് ഷെയർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ജേർണൽ എൻട്രി വരാം ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് പ്രോഫിറ്റ് ആണെങ്കിൽ. ലോസ് ആണെങ്കിൽ ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. സോ അതിൻ്റെ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ഗെയിനിങ് ഷെയർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഗെയിനിങ് റേഷ്യോ ഇസ് ഈക്വൽ ടു ന്യൂ മൈനസ് ഓൾഡ്. സോ എക്സിൻ്റെത് ന്യൂ ഇസ് 3/5 മൈനസ് ഓൾഡ് ഇസ് 3/6. സോ LCM വരാം 30 ആയിരിക്കും. 18 മൈനസ് 15/30, 3/30. ഇനി സെഡിൻ്റെത് ന്യൂ ഇസ് 2/5 മൈനസ് ഓൾഡ് ഇസ് 1/6. LCM 30 ആയിരിക്കും. 12 മൈനസ് 5 ഈക്വൽസ് 7/30. ഇതാണ് ഗെയിനിങ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോ ഇസ് 3:7. സോ gaining ratio is 3:7. ഈ 3 മാസത്തെ ഇത് 3 മാസത്തെ പ്രോഫിറ്റ് ആണ്. ഈ 3 മാസത്തെ പ്രോഫിറ്റിൽ നിന്നും Y ആണ്
ഡിസീസ്ഡ് പാർട്ണർ വൈൻ്റെ ഷെയർ കണ്ടുപിടിക്കണം. വൈൻ്റെ ഷെയർ 2/6. 1,20,000 ആണ് വൈൻ്റെ ഷെയർ. ഈ പ്രോഫിറ്റ് വൈൻ്റെ പ്രോഫിറ്റ് ഗെയിനിങ് പാർട്ട്നേഴ്സ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ആയ എക്സും സെഡും ഗെയിനിങ് റേഷ്യോയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പം 36,000 ആൻഡ് 84,000 ആണ് എമൗണ്ട് വരിക. ഇനി ജേർണൽ എൻട്രി. ഗെയിനിങ് പാർട്ട്നേഴ്സ് ആർ എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, സെഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് to Y's capital account. 36,000, 84,000 and 1,20,000. That's all. Next question number 50. Radha, Tina and Rita were partners sharing profits equally. So all profit sharing ratio is 1:1:1. Rita died on 31st July 2024. So the time period is 4 months. Radha and Tina decided to continue the business. Share of profit and loss of the deceased partner from the beginning of the year. Beginning of the year എന്ന് പറഞ്ഞാൽ മാർച്ച്. ബുക്സ് ക്ലോസ് ചെയ്തിട്ട് പുതിയൊരു ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ചിലാണ്. അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് ജൂലൈയിലാണ്. സോ 4 months. പ്രോഫിറ്റ് ഓഫ് 4 months വാസ് ടു ബി ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കൊല്ലത്തെ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. സോ ലെറ്റ്സ് ടു ജേർണൽ എൻട്രി പാസ് ചെയ്യാനാണ് പറയുന്നത്. സോ ദ ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റ് വെയർ 4,50,000. ഇനി 4 മാസത്തേക്ക് എത്രയാണ് പ്രോഫിറ്റ് എന്ന് കണ്ടുപിടിക്കണം. 4/12 ഇറ്റ്സ് 1,50,000. ഇതാണ് 4 മാസത്തേക്കുള്ള ഫേമിൻ്റെ പ്രോഫിറ്റ് ഓഫ് ദ ഫേം. ഇനി റീതൻ്റെ ഷെയർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. റീതാസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് 1,50,000 into her share. Her share is 1/3, which is 50,000. So 50,000 ആണ് റീതൻ്റെ ഷെയർ. ഇനി ജേർണൽ എൻട്രി പാസ് ചെയ്യണം. നേരത്തെ പറഞ്ഞ മാതിരി അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ചേഞ്ച് ചെയ്യുന്നുണ്ടോ ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് നോക്കണം. ഇവിടെ ഒന്നും പറയുന്നില്ല, സോ ചേഞ്ച് ചെയ്യുന്നില്ല. സോ ദ എൻട്രി വിൽ ബി P&L സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് to deceased partner's capital account to Rita's capital account 50,000. That's it. Question number 16. Manoj, Rakesh and Harsh were partners sharing profits in the ratio of 2:1. Manoj died on 30th June. So the time period is 3 months. Rakesh and Harsh decided to continue the business. Share of profit or loss of the deceased partner from the beginning of the year up to the date of death was to be determined on the basis of last year's profit. Last year's loss 2 lakh. സോ മുന്നേ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇവിടെ പ്രോഫിറ്റ് അല്ല ലോസ് ആണുള്ളത്. ലോസ് ഇസ് 2 lakh. അത് ശ്രദ്ധിക്കണം. പ്രോഫിറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് അത് കണ്ടിന്യൂ ചെയ്യരുത്. ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കാം. ലോസ് ആണ് 2 lakh. സോ ഇതിൽ ലാസ്റ്റ് ഇയർ ലോസ് ആണ്. അപ്പോൾ അതിൻ്റെ 3 months എത്രയാണ് കണ്ടുപിടിക്കണം. 3/12 which is 50,000. 3 മാസത്തേക്ക് 50,000 ലോസ് ആണ്. ഇനി മനോജ് ഇസ് ദ ഡിസീസ്ഡ് പാർട്ണർ. മനോജിൻ്റെ ഷെയർ 50,000 into his share 2/5 which is 20,000. സോ ഇവിടെ ലോസ് ആണ്. ലോസ് ആകുമ്പോൾ പിന്നെ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചേഞ്ച് ചെയ്യുന്നില്ല. സോ ലോസ് ആണെങ്കിൽ അതിൻ്റെ എൻട്രി വരാം ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു P&L സസ്പെൻസ് അക്കൗണ്ട്. സോ ഡിസീസ്ഡ് പാർട്ണർ Manoj's capital account debit to P&L suspense account. Profit and loss suspense account amount is 20,000. That's all.